അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل آيات بينات كتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن. ونحن اليوم في جلسة 11 من سورة الأنعام. സൂറത്തുൽ അൻആമിന്റെ 11ാമത്തെ ഭാഗം നമ്മൾ നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്. ഇതിൽ എത്ര നബിമാരുടെ പേരുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും എണ്ണി നോക്കിയായിരുന്നോ? ഈ തന്നിരിക്കുന്ന ഭാഗത്ത് അല്ലദീന ആമനു മുതൽ തുടങ്ങിയ ഈ ഒരു പേജിനകത്ത് എത്ര നബിമാരുടെ പേരുണ്ടെന്ന് ആരെങ്കിലും എണ്ണി നോക്കിയിരുന്നു? നേരത്തെ എണ്ണിയിട്ടുണ്ടോ? 18 അല്ലേ? 18. 18 നബിമാരുടെ പേര് ഇപ്പൊ വന്നപ്പോ എണ്ണയാണോ അതോ പണ്ട് അറിയാമായിരുന്നേ? അല്ല, ഇപ്പൊ ഇന്നലെ ഞാൻ വായിച്ചു നോക്കിയപ്പോ അതിന്റെ തഫ്സീറിൽ കണ്ട് 18. തഫ്സീറിൽ വായിക്കാൻ നേരം പറഞ്ഞ് തഫ്സീറിൽ എഴുതിയിരിക്കുന്നത് 18. ഞാൻ ശരിക്കും കൗണ്ട് ചെയ്തില്ല, പക്ഷെ അത് ഞാൻ ശ്രദ്ധിച്ച്. നമ്മൾ പണിയെടുക്കണം, എന്നാലും നമുക്കത് ഓർമ്മ ഉണ്ടാവുക. അതിനാണ് നമ്മൾ തദബ്ബുറാക്കാൻ പറയുന്നത്. ഒരാൾ ചെയ്തതിന് ഇത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാവൂ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിത് പണിയെടുക്കണം. അവർ പണിയെടുത്ത് മനസ്സിലായല്ലോ, അത് ഉടനെ തന്നെ അത് എത്ര നബിമാരുടെ പേര് അവിടെ ഉണ്ടെന്ന് അവർ നോക്കിയാൽ അത് എഴുതി വെച്ചു. നമ്മൾ നോക്കിയാൽ 18 നബിമാരുടെ പേരുണ്ട്. ബാക്കി ഉള്ള നബിമാരുടെ പേരുകൾ അടങ്ങുന്ന സൂക്തങ്ങൾ ഞാനിപ്പോ 2 മിനിറ്റ് മുമ്പ് അയച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ ആ ആയത്തും ഈ ആയത്തും നമ്മൾ കാണാൻ പിടിച്ചു. ആ ആയത്തുകളും ഈ ആയത്തുകളും കാണാൻ പിടിച്ച് വെച്ചിരുന്നാല് കൃത്യമായും നബിമാരുടെ പേരുകൾ എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. സൂറത്തുൽ അൻആം കഴിയുന്നതോടുകൂടി 25 നബിമാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ ആയത്തും കാണാൻ പഠിച്ചു വയ്ക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ആയത്താണെങ്കിൽ അത് നമുക്ക് പഠിച്ചു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ ആയത്ത് ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാൻ. അവിടെ ആദം അലൈഹി ഇസ്ലാമിന്റെ പേര് പറയാൻ വേണ്ടിയാണ്. അപ്പൊ സൂറത്ത് ആൽ ഇമ്രാനിലുള്ളതാണ് ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹിമ വആല ഇമ്രാൻ അലൽ ആലമീൻ, ഒന്നാമത്തെ ആയത്ത്. അപ്പം ആദം അലൈഹി ഇസ്ലാമിന്റെ പേര് വന്നു. പിന്നീട് അതേ സൂറത്തിൽ തന്നെ ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അപ്പൊ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വന്നു. പിന്നെ 3 നബിമാരുടെ പേര് പഠിച്ചു വയ്ക്കാൻ സൂറത്ത് ഹൂദ് തന്നെ. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ പേര് പറയുന്നത്. ഹൂദ് നബി അലൈഹി ഇസ്ലാം വരുന്നത് എവിടെയാണ്? ഏത് സമൂഹത്തിലാണ്? ആദ് സമൂഹത്തിലാണ്. അപ്പം വഇല ആദിൻ അഖാഹും ഹൂദൻ. പിന്നെ എന്ത് ചെയ്തു? സാലിഹ് നബി വരുന്ന ഏത് സമൂഹത്തിലാ? സമൂദ് ഗോത്രത്തിൽ. അപ്പം വഇല സമൂദ അഖാഹും സാലിഹ. അതേപോലെ ശുഐബ് നബി അലൈഹി ഇസ്ലാം വരുന്നത് മദിയൻ സമൂഹത്തിൽ, മദിയൻ പ്രദേശത്ത്. അപ്പം വൈല മദിയന അഖാഹും ശുഐബ. അപ്പൊ എന്തായി? 3 നബിമാരുടെ പേരായി. പിന്നെ സൂറത്തുൽ അംബിയയിലാണ് വൈസ്മാഈല വൈദിരീസ വദൽ കിഫിൽ. വൈസ്മാഈല വൈദിരീസ വദൽ കിഫിൽ കുല്ലും മിന സ്വാബിരീൻ. അവിടെ ഇദ്രീസും ദൽകിഫിൽ അലൈഹിമസ്സലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 25 നബിമാരുടെയും പേര് നമ്മൾ സൂറത്തുൽ അൻആം കഴിയുന്നതോടെ 25 നബിമാരുടെ പേര് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 25 നബിമാരുടെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെ തെളിയിക്കാം എന്ന് ചോദിച്ചാൽ ഈ ആയത്തുകളെല്ലാം പറഞ്ഞു. ഓക്കെ, തെൽക്ക ഹുജ്ജത്തിനാണ് തുടങ്ങുന്ന ആയത്തും അതേപോലെ ആ ഭാഗവും അതേപോലെ ഈ ഭാഗങ്ങളും 25 നബിമാരുടെ പേര് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട്
ക്ലാസ്സിന് മുമ്പ് വായിക്കാമെന്ന് പറഞ്ഞ ആൾ ഇതുവരെ വായിച്ചു നോക്കിയില്ലേ? അപ്പൊ ഇവിടെ പോൾ തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത് മാറ്റി കൊടുക്കാൻ പറ്റും. ക്ലാസ്സിന് മുമ്പ് വായിക്കാം എന്നിടത്ത് നിങ്ങൾ മാറ്റിയിട്ട് വായിച്ചു നോക്കി എന്നിടത്ത് ക്ലിക്ക് ചെയ്താല് മറ്റിടത്ത് പോയിട്ട് ഇവിടെ അത് ആഡാവും. അതാണ് പോളിന്റെ പ്രത്യേകത. ഞാൻ അങ്ങനെ ചെയ്തത്. ആ നമ്മൾ വായിച്ചു നോക്കി. വായിച്ചു നോക്കിയെങ്കിൽ വായിച്ചു നോക്കിയെടുത്ത് ക്ലിക്ക് ചെയ്താൽ ഇനി നോക്കിയ ക്ലാസ്സിന് മുമ്പ് വായിക്കാമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോ അദ്ദേഹം നോക്കിയാല് ക്ലാസ്സിന് മുമ്പ് വായിക്കാമെന്ന് പറഞ്ഞ ആള് അഷ്റഫ് സാഹിബ് വന്നില്ലേ? അപ്പൊ ക്ലാസ്സിന് മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും എന്തായി? അത് കൗണ്ട് അങ്ങോട്ട് മാറിപ്പോകും. ജസ്റ്റ് വായിച്ചു കുറച്ചും അരമണിക്കൂർ മുമ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ തന്നെ അടക്കുകയാണ്. ആ, കഴിഞ്ഞ പ്രാവശ്യം വായിക്കാം, ക്ലാസ്സിന് മുമ്പ് വായിക്കാന്ന് പറഞ്ഞത് അവിടെ തന്നെ അടക്കുക. അപ്പൊ എന്താ, നിങ്ങൾ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഞാനൊരു സംശയം പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ തന്നില്ലേ? ആൻസർ തന്നില്ലേ? ഇല്ല. എവിടെ പോസ്റ്റ് ചെയ്ത്? അത് ഇന്നലെ കാലത്ത് കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതില് തദബ്ബുറില്. അപ്പൊ ഈ തദബ്ബുറിന്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും തദബ്ബുറിൽ വല്ല എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക. ഓക്കെ ശരി. നേരിട്ട് വിളിക്കുക. കാരണം നമ്മൾ കുറെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്തു, ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വാട്സപ്പിനകത്ത് കുത്തിയിരിക്കില്ല. മാത്രമല്ല എല്ലാ ഗ്രൂപ്പിനെയും അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും വരുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പുകളെല്ലാം അവിടെ കിടക്കും. നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ അത് ചിലപ്പോൾ താഴെ മുകളിലൊക്കെ മാറിപ്പോകും, പെട്ടെന്ന് കണ്ടെന്ന് വരില്ല. മെസ്സേജ് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയായിരിക്കും. ഈ ഗ്രൂപ്പുകളൊന്നും എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. കാരണം അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ വേണം. എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നോക്കണ്ടേ, ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് എല്ലാ ഗ്രൂപ്പിന്റെയും ഇതിൽ ഞാൻ അംഗമാണ്. അപ്പൊ എന്തെങ്കിലും എനിക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാലും നടക്കില്ല, ഗ്രൂപ്പിൽ അയച്ചാലും എന്റെ ശ്രദ്ധ വരില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൾ ചെയ്തിട്ട് ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാലും മതി. കാരണം അപ്പോഴൊരു കോളെങ്കിലും വരുമല്ലോ നിങ്ങളിൽ നിന്ന്. ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? കോൾ ചെയ്താല് സമയം ഉണ്ടാവില്ലെന്ന് അറിയില്ല, അതാണ്. അല്ലല്ല, സമയമല്ല, ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. അപ്പോഴെങ്കിലും ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ മതി. കോൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കോൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയാ, പകൽ സമയത്ത് വിളിച്ചാൽ മതി. രാത്രി സമയത്തായിരിക്കും ക്ലാസ്, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും ക്ലാസ്. ബാക്കി പകൽ സമയത്ത് വിളിച്ചാൽ ആൻസർ ചെയ്യാൻ ഉള്ള അവസ്ഥയായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ നിങ്ങളൊരു കോളെങ്കിലും അവിടെ കിടക്കും. ഞാൻ കോൾ വെച്ചിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കോൾ അവിടെ കിടക്കും. അപ്പോൾ തിരിച്ചു വിളിക്കും. ഗൾഫുകാർ വിളിക്കാൻ പറ്റില്ല കേട്ടോ. വാട്സപ്പ് കോൾ ഉണ്ട്, ഇൻഷാ അല്ലാ വേണ്ടവർ ചെയ്യാം. എന്തായാലും കോൾ ചെയ്യണമെന്നാ പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ആവും. നിങ്ങളിപ്പം എന്താണ് സീനിയർ സ്റ്റുഡൻസ് ആണ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം. ഓക്കെ. ഇതിൽ ഗ്രാമർ മനസ്സിലാകാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? നമുക്ക് ഗ്രാമർ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നില്ലേ? എന്തെങ്കിലും ഗ്രാമർ മനസ്സിലാകാത്തത് കാരണം ആശയം മനസ്സിലാകാത്ത എന്തെങ്കിലും ഭാഗമുണ്ടോ? ഗ്രാമർ കോംപ്ലിക്കേഷനുള്ള അല്ലെങ്കിൽ മനസ്സിലാകാത്തത് കാരണമായിട്ട് ആശയം മനസ്സിലാകുന്നില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പൊ ഇന്ന് എടുക്കാൻ പോണ സൂറത്ത് ആയത്തുകളിലാണോ? അത് മാത്രം, ഈ പേജ് മാത്രം. അപ്പൊ അതില് നല്ല സംശയമുണ്ട്. എന്താ? കുല്ലും എന്നുള്ളതും കുല്ലൻ എന്നുള്ളതും രണ്ടും വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി തരണം ഇതില്. അത് ഫായിലായിരിക്കും, ഒന്ന് മഫൂലായിരിക്കും. ആയത്ത് നമ്പർ പറയും. അപ്പൊ ആയത്ത് നമ്പർ 84 അതിൽ കുല്ലൻ എന്ന് വഹബ്നാലഹു ഇസ്ഹാഖ വയാഖൂബ കുല്ലൻ ഹദൈന. അവിടെ എന്തുകൊണ്ടാണ് കുല്ലൻ എന്ന് വന്നത്? 84 അല്ലേ? വഹബ്നാലഹു ഇസ്ഹാഖ വയാഖൂബ. കുല്ലൻ ഹദൈന എന്ന് പറഞ്ഞാല് ഹദൈന കുല്ലൻ. അപ്പൊ എന്താണ്? ഹദൈനയുടെ മഫ്ഊലും ബിഹിയാണ് കുല്ലൻ എന്ന് വന്നിരിക്കുന്നത്. അത് മുഖദ്ദമാണെന്നേ ഉള്ളൂ. മഫ്ഊലും ബിഹി മുഖദ്ദമാണ്. മഫ്ഊലും ബിഹി പിന്നീടാണ് വരേണ്ടത്. പക്ഷെ എല്ലാവർക്കും നാം ഹിദായത്ത് നൽകി എന്നതിന് എന്തെങ്കിലും ഫോക്കസ് ഉണ്ടെങ്കിൽ കുല്ലൻ മുമ്പേ പറയും. ഇയ്യാക നഅ്ബുദു പറയുന്ന പോലെ അവിടെ മഫ്ഊലും ബിഹി ആദ്യം പറഞ്ഞതാണ്. വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ എന്ന് പറഞ്ഞിട്ട് കുല്ലൻ എല്ലാവരെയും നാം ഹിദായത്തിലാക്കിയെന്ന് പറഞ്ഞു.
നാം ഗൈഡ് ലൈൻസ് കൊടുത്തു എന്നാണ്. അവരെ ഹിദായത്തിലാക്കുന്ന വഴികളിലായിരുന്നവർ അവർ ഗൈഡ് ലൈൻസ് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കിതാബിന്റെ ഭൂപത്തും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് ഹദൈന. നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുത്തതാണ്. നൂഹൻ ഹദൈന. അപ്പൊ പിന്നെ നൂഹനും എന്തായി? ഹദൈന നൂഹൻ എന്നാണ്, മഫൂലും ബിഹിയാണ്. ദാവൂദ്, ഇസ്മായിൽ, അയ്യൂബ്, യൂസുഫ്, ഹാറൂന, കദാലിക സക്കരിയ്യ, യഹ്യ, വഈസ, ഇല്യാസ കുല്ലും മിനസ് സ്വാലിഹീൻ. അവിടെ എന്താണ്? അവരെല്ലാരും സ്വാലിഹുകളിൽ പെട്ടവരാണ്. അവിടെ മഫൂലും ഇല്ല, ഹാർഫ് ജറും ഇല്ല. അപ്പൊ എന്താണ്? പിന്നെന്താണ്? അവിടെ ഇവാഫത്തും ജറ് വരേണ്ട കാര്യവുമില്ല, നസ്ബ് വരേണ്ട കാര്യവുമില്ല, പിന്നെ റഫ് ആണ്. വയ്യാക്ക്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു സംശയം. കഴിഞ്ഞ ആഴ്ച തന്നെ ആഴ്ച നമ്പർ പറയും. ആയത്തെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ, ഒരു മിനിറ്റ്. അത് ആ വജ്ജഹത്തു എന്നുള്ളതില്, അപ്പൊ വജ്ജഹത്തു എന്നുള്ളതിന് ഒരു വജ്ജഹത്തു എന്ന് പറയാൻ കാരണം എന്താണ്? വജ്ജഹ എന്നാണ്. വജഹത്തു എന്നല്ല, വജ്ജഹ എന്നാണ്. വജുഹുൻ മുഖം. വജുഹുൻ മുഖം. വജ്ജഹ ഫേസ് ചെയ്തു, മുഖം തിരിച്ചു. അപ്പൊ വജഹത്തു എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെയല്ലേ? വജഹ എന്ന് വാക്കില്ലല്ലോ, വജഹ അല്ല, വജ്ജഹ. വജുഹുൻ മുഖം, വജ്ജഹ മുഖം തിരിച്ചു. വജഹ എന്ന് പറഞ്ഞിട്ടൊരു വാക്കില്ല അല്ലെ? ഇല്ല. വജഹ ഉണ്ടായിക്കൂടായില്ല, പക്ഷെ എനിക്കത് ഓർമ്മ വരുന്നില്ല. വജഹ അതായത് തുലാസി മുജറദാണ് വജഹ എന്ന് പറയുമ്പോൾ. അപ്പം വാവും ജീമും ഹാവും ചേർന്ന ഒരു ഫീൽ അവിടെ ഉണ്ടാകണം. പക്ഷെ അതല്ല നമ്മൾ ഇവിടെ വരെ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വജ്ജഹ എന്ന വാക്കാണ്. ശരി. വജ്ജഹ യുവജ്ജിഹു. അത് വജിഹ് എന്ന് പറഞ്ഞ മുഖം, വജഹ എന്ന് പറഞ്ഞ മുഖം തിരിച്ചു. അല്ലല്ല, അങ്ങനെയല്ല, അങ്ങനെ വരില്ല. അല്ലേ? വജഹ എന്ന് വാക്കുണ്ട്, പക്ഷെ ഈ അർത്ഥത്തിലല്ല അത് വരുന്നത് കേട്ടോ. ഓക്കെ. അത് ഈ അർത്ഥത്തിലല്ല. ഓക്കെ, വേറെ ഞാൻ ചോദിച്ച വിഷയം, അതായത് നമ്മൾ ഗ്രാമർ അറിയാത്തത് കൊണ്ട് ആശയം മനസ്സിലാക്കാൻ എന്തെങ്കിലും തടസ്സം വരുന്നുണ്ട്, അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ കുല്ലുൻ കുല്ലൻ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഫായിൽ ഏതാണ്, മഫ്ഊൽ ബിഹി ഏതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ല. ഒരു ഫേല് വന്നാൽ ഫായിൽ ഏതാണ്, മഫ്ഊൽ ഏതാണെന്ന് ചിന്തിച്ചാൽ ആശയം കുറെ കൂടെ ക്ലിയർ ആവും. അതായത് ഗ്രാമർ കുറെ കൂടെ ക്ലിയർ ആവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അടയാളം എന്തുകൊണ്ട് വന്നു എന്നുള്ളതും മനസ്സിലാവും. അത് ക്ലിയർ ആയി, അൽഹംദുലില്ലാ. ഞാൻ നിങ്ങളെ പോലെ പരമ്പരാഗതമായിട്ട് നമ്മൾ തഫ്സീർ വായിക്കുകയും ഖുർആൻ പഠിക്കുകയും ആ രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ വായിച്ചു വന്നത്. പിന്നീടാണ് പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇത് എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചാലേ ശരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആശയം കിട്ടും. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم عليم. ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين. وزكريا ويحيى وعيسى وإلياس كل من الصالحين. وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم
ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون. ഇവിടെ നേരത്തെ പറഞ്ഞു വന്നത് അവരുടെ ശാപം നിനക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? പേടിപ്പിച്ചു. ഈ ഈ ആരാധ്യരെ അല്ലെങ്കിൽ ദേവതകളെ, പുണ്യവാന്മാരെ, പുണ്യപുരുഷന്മാരെ, മഹാന്മാരെയൊക്കെ, ഞങ്ങൾ ആരാധിക്കുന്ന മഹാന്മാരെയൊക്കെ നീ എന്തെങ്കിലും രീതിയിൽ വിമർശിച്ചാൽ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും നിലയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാനം നീ അവർക്ക് കൊടുക്കാതിരുന്നാൽ, ഈ മഹാന്മാരെല്ലാം എല്ലാവരും എന്തെങ്കിലും ആദരിക്കേണ്ടതാണ്. ആദരിക്കേണ്ട മഹാന്മാരുണ്ടാവും. അവരെ ആ സ്ഥാനം കൊടുത്ത് ആദരിക്കണം എന്ന് മാത്രമേ, അവർ ഏത് സ്ഥാനത്താണുള്ളത് ആ സ്ഥാനത്ത് ആദരിക്കണം. നബിമാരാണെങ്കിൽ നബിമാരുടെ സ്ഥാനത്ത് നിർത്തിയിട്ട് ആദരിക്കണം. അതേപോലെ അവര് പുണ്യപുരുഷന്മാർ സ്വാലിഹികളാണെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിർത്തിയിട്ട് ആദരിക്കണം. സിദ്ദീഖുകളാണ്, സുഹദാ ആണ്, അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിർത്തിയിട്ട് ആദരിക്കണം. പണ്ഡിതന്മാരാണ് എങ്കിൽ അവരെ അറിവുള്ളവരാണ്, മുഫസ്സിറുകളാണ്, അല്ലെങ്കിൽ ധീര യോദ്ധാക്കളാണ്, അങ്ങനെയൊക്കെയുള്ളവരെ അതേ സ്ഥാനത്ത് നിർത്തിയിട്ട് ആദരിക്കും. ആ സ്ഥാനം വിട്ട് എന്തെങ്കിലും നീ അവര് പറയുന്ന രീതിയിൽ വിമർശിച്ചാൽ നിനക്ക് അവരുടെ കോപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കൈഫ അഖാഫു മാ അശ്റക്തും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചത്. എന്നിട്ട് പിന്നീട് പറയുകയാണ്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. അംൻ എന്താണ്? നിർഭയത്വം. നിർഭയത്വം. ആർക്കാണ് പേടിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്? വിശ്വസിക്കുക. ഈമാൻ ലം യൽബിസു, യൽബിസുവിന്റെ മാവി എന്താണ്? ലബസ. ലബസ. ലബസ യൽബിസു, ഇത കലർത്തി. ലബിസ യൽബസു എന്താണ്? ലബിസ ആസ്ത്രം ധരിച്ചു. പിന്നെ അത് ലബിസ യൽബസു എന്ന് പറഞ്ഞാൽ സായാണെങ്കിലോ താമസിച്ചു. അപ്പൊ ഈമാനഹും ബിളുൽമിൻ വലം യൽബിസു, അവർ ഇടകലർത്തിയില്ല, മിക്സ് ചെയ്തില്ല. ഈമാനഹം അവരുടെ വിശ്വാസത്തെ, ബിളുൽമിൻ അക്രമം കൊണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ അക്രമം ഏതാണ്? നുൽമ്. വേറെ ഒന്നിനെയും അവരുടെ ഈമാനിനോട് ചേർത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈമാനിനോട് എന്തെങ്കിലും ഈമാന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് നുൽമാണ്. അതുകൊണ്ടാണ് ഇന്ന ഷിർക്ക് അല്ല നുൽമുൻ അലീം എന്ന് പറഞ്ഞത്. അപ്പൊ ഷിർക്കാണ് ഇവിടെ ഉദ്ദേശിച്ച നുൽമ്. കാരണം ഈമാനോട് വേറെ ഒന്നിനെ ചേർത്താൽ അത് നുൽമാണെന്നാണ്. അവനെ നെൽബിസു ഈമാനഹം, അങ്ങനെ ആരെങ്കിലും അത് ചേർക്കാതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് നിർഭയത്വം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ചേർക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുക നുൽമ് ചേർക്കാതിരിക്കുക എന്ന് പറഞ്ഞു. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, വേറെ എന്തിനെങ്കിലും ചേർത്താൽ അത് നുൽമാകും എന്ന ആശയം ഇതിൽ ബോധിപ്പിക്കുന്നുണ്ട്. ഈമാനോടൊപ്പം വേറെ എന്തെങ്കിലും ചേർത്താൽ അത് നുൽമാകും. കാരണം എന്താണ്? അള്ളാഹുടെ അവകാശമാണ്. അവനെ മാത്രം ആരാധിക്കുന്നത് അള്ളാഹിന്റെ അവകാശമാണ്. അവനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇലാഹായിട്ടും അംഗീകരിക്കണം. അതായത് മൊത്തം സംരക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനും അള്ളയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മൈക്കിൽ അപശബ്ദമുണ്ട് കേട്ടോ. പിന്നീട് അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അതെന്താണ്? അത് അവനോടുള്ള ബാധ്യതയിൽ ഒന്നിനെയും ചേർക്കാൻ പാടില്ല. അവനോടുള്ള അവന്റെ അവകാശങ്ങൾ പിന്നെ ഒന്നിനെയും ചേർക്കാൻ പാടില്ല. പ്രാർത്ഥന സ്വീകരിക്കുക എന്നത് അള്ളാന്റെ അവകാശമാണ്. പ്രാർത്ഥിക്കപ്പെടുക എന്നത് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നത് അള്ളാന്റെ അവകാശം. ആരാധന അപ്പൊ റബ്ബാൻ അംഗീകരിച്ചാൽ ആരാധ്യനുമായും അംഗീകരിക്കണം. ആ ആരാധനയുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇടകലർത്തിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ കളങ്കമാണ്, അത് ദുൽമാണ്, അത് അക്രമമാണ്. അതാണ് ഏറ്റവും വലിയ അക്രമം. ജനങ്ങളോട് ചെയ്യുന്ന അക്രമം, സമൂഹത്തോട് ചെയ്യുന്ന അക്രമം, കുടുംബത്തോട് ചെയ്യുന്ന അക്രമം, സ്വന്തത്തോട് ചെയ്യുന്ന അക്രമം, അങ്ങനെ ഒരുപാട് ഇനത്തിലുള്ള അക്രമമുണ്ട്. വ്യക്തിയോട്, തന്റെ കുടുംബത്തോട്, തന്റെ സമൂഹത്തോട്, തന്റെ നാടിനോട്, തന്റെ ദേശത്തോട്, അങ്ങനെ പൊതുജനങ്ങളോടൊക്കെ ചെയ്യുന്ന ഒരുപാട് അക്രമങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ അക്രമം ഏതാണ്? റബ്ബിനോട് ചെയ്യുന്ന അക്രമം.
അതാണ് ഇന്ന ശരിക്കല്ല ദുൽമുൽ അലീം എന്നത്. ഉലൈക ലഹുമുൽ അംന, അവർക്കാണ് നിർഭയത്വം. ഈ ഈമാനിൽ വേറെ ഒന്നിനെയും ഇടകലർത്താതിരിക്കുക. അവരെപ്പോഴും എന്തായിരിക്കും? നിർഭയരായിരിക്കും. അവർക്ക് ആരും വേറെ ഒന്നിനും പേടിക്കേണ്ടതില്ല. വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവരും, നേർവഴി പ്രാപിച്ചു. തിൽക ഹുജ്ജത്തുന, അതാണ് നമ്മുടെ ഹുജ്ജത്ത്. എന്താണ്? പ്രമാണം, ന്യായവാദം. ന്യായവാദം. അതൈനഹ ഇബ്രാഹിം, ഈ ന്യായവാദങ്ങൾ, ഈ പ്രമാണങ്ങൾ ആർക്കെ കൊടുത്തിട്ടുണ്ട്? ആത്തൈന ഹ, ആത്ത എന്ന് പറയുന്നത് രണ്ട് കർമ്മങ്ങളുണ്ടാവും, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാവും. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി. ആർക്ക് നൽകിയെന്നും എന്ത് നൽകിയെന്നും ചോദ്യം. ചോദ്യങ്ങൾ എത്ര ബാക്കിയുണ്ടെന്ന് നോക്കണം, സെന്റൻസ് പൂർണ്ണമാകണമെങ്കിൽ. വന്നു എന്ന് പറഞ്ഞാൽ ആര് വന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പം ഒരാള് പേര് പറഞ്ഞു. അതേസമയം ആത്ത എന്ന് പറഞ്ഞാൽ നൽകി. അപ്പം രണ്ട് കർമ്മം വേണം. അടിച്ചു എന്ന് പറഞ്ഞാൽ ആരെ അടിച്ചു എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പൊ ഒരു കർമ്മം മതി. ആത്ത നൽകി എന്ന് പറഞ്ഞാൽ ആർക്ക് നൽകി എന്ന് ചോദിക്കും, വീണ്ടും എന്ത് നൽകിയെന്ന് ചോദിക്കും. ഇപ്പൊ രണ്ട് കർമ്മം വേണം. തിൽക ഹുജ്ജത്തിന് ആ പ്രമാണം, അതാണ് പ്രമാണം, നമ്മുടെ പ്രമാണം. ആത്തൈന ഹ, ആ പ്രമാണത്തെ നാം നൽകി. ഹ എന്ന് പറഞ്ഞാൽ ലമീർ ഹുജ്ജത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സർവനാമം മുഅന്നസ് ഉപയോഗിച്ചു. ഇബ്രാഹീമ, അപ്പൊ ഇബ്രാഹിം മഫ്ഊൽ ബിഹിയാണ്, രണ്ടാമത് മഫ്ഊൽ ബിഹി സാനി. ഇബ്രാഹിം അലൈഹി സ്വലാം നൽകി. അലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ ജനത, ഇവിടെ എന്താണ് അലാ ഖൗമിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനത ന്യായവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ ന്യായവാദങ്ങൾ, അവരുടെ ന്യായങ്ങൾക്കെതിരിൽ നമ്മൾ ന്യായം കൊടുത്തു. ഇവിടെ എന്താണ്? അല എതിരിലാണ്. അലാ ഖൗമി, തന്റെ സമൂഹത്തിനെതിരിൽ, സമൂഹം സമർപ്പിച്ച ന്യായവാദങ്ങൾക്കെതിരിൽ നാം നൽകിയ പ്രമാണങ്ങൾ. നർഫഉ ദറജാതിൻ മൻ നശാ, അങ്ങനെ അവരെ എന്ത് ചെയ്യും? തിരഞ്ഞെടുത്ത ആൾക്കാരെ ഇനി പറയാൻ പോകും. നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെ എന്ത് ചെയ്യും? ദറജ. ദറജ എന്താണ്? പദവി. പദവി. ഇംഗ്ലീഷ് പറഞ്ഞാല് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ്. ഗ്രേഡ് ഗ്രേഡ് ഉയർത്തി കൊടുക്കും. ഗ്രേഡ് ഉയർത്തി കൊടുക്കും. ഇനിയുണ്ട് വാക്ക് ഡിഗ്രി. ചൂടിന്റെ അളവ് പറയുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ടാ പറയുന്നത്? ദറജ, 30 ദറജ മിഅവിയ, ഡിഗ്രി സെൽഷ്യസ്. ദറജ മിഅവിയ ദറജയാണ്. അപ്പം ദറജ, അപ്പൊ അത് ഡിഗ്രിയാണ് കേട്ടോ. ഇനി അറബിയിലുള്ള സംഗതികളും കമന്റുകളും ഒക്കെ നമ്മൾ വായിച്ചു നോക്കണം, കുറേശ്ശെ സംഗതി. ദറജാത്തി മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ സ്റ്റാറ്റസും ഗ്രേഡും പദവികളൊക്കെ ഉയർത്തി കൊടുക്കും. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, ആർക്ക് പദവി ഉയർത്തി കൊടുക്കണം എന്നുള്ളതൊക്കെ യുക്തിമാനാണ് തീരുമാനിക്കുന്നത്, ഹക്കീം. എന്നിട്ട് അപ്പൊ ഇതിന്റെ കാര്യം എന്താ? ഈ ആയത്തിന്റെ അവസാനം ഹക്കീമിൻ അലിയും പറയാൻ കാരണം ആർക്കൊക്കെയാണ് പദവി ഉയർത്തി കൊടുക്കേണ്ടതെന്ന് അള്ളയാണ് തീരുമാനിക്കുന്നത്. അവൻ യുക്തിമാനാണ്. അതുകൊണ്ട് ആർക്ക് പദവി ഉയർത്തി കൊടുക്കണം എന്ന് അവനറിയാം. അലീമുമാണ് അവൻ, നന്നായി അറിയുന്നവനുമാണ്. എല്ലാത്തിൻ്റെയും യുക്തി അവനാണ് അറിയുന്നത്. അവൻ യുക്തിമാനാണ്, നന്നായി അറിയാം അവന്. വഹബ്നാ ലഹു ഇസ്ഹാഖ, അപ്പൊ ആദ്യം പറഞ്ഞ ഒരാളുടെ പേരാണ്. തിൽക ഹുജ്ജത്തുനാ ആതൈനാഹ ഇബ്രാഹീമ എന്ന്. അപ്പോൾ ലഹു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാം. വഹബ്ന, വഹബ എന്താണ്? പ്രദാനം ചെയ്തു, ഗിഫ്റ്റ് കൊടുത്തു, അനുഗ്രഹിച്ച് നൽകി. വഹബ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുത്തു. ഹിബത്തുൽ, ഗിഫ്റ്റ്, ദാനം. മക്കളൊക്കെ എന്താണ്? അള്ളാഹ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സക്കരിയ അലൈഹി സ്വലാം പ്രാർത്ഥിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, എനിക്കൊരു ഗിഫ്റ്റ് തരണം, സാലിഹായ സന്താനത്തെ എനിക്ക് ഗിഫ്റ്റ് തരണം. അതാണ് വഹബ, യഹബുവിന്റെ കൽപ്പനയാണ് ഹബ്. ഹബ് ലന,
അപ്പൊ ഇവിടെ വഹബിന് നാം ഗിഫ്റ്റ് നൽകി ലഹു അദ്ദേഹത്തിന് ഇസ്ഹാഖ അനു യാക്കൂബ. അനുവദിച്ചു എന്നുള്ളൊരു അർത്ഥം. അനുവദിച്ചു എന്നുള്ളത് സെന്റൻസ് പറഞ്ഞാൽ നോക്കാം. വഹബ ഓർമ്മയില്ല. അതിന് മുമ്പ് ഇവിടെ നേരത്തെ വേറെ ആരൊക്കെ ചില അർത്ഥങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം പ്രസക്തമാണ്. മുസ്തഫ തങ്ങൾ എന്താ പറഞ്ഞ്? ഹബ എന്ന് പറഞ്ഞ ബെസ്റ്റോ എന്ന് പറയില്ലേ, ബെസ്റ്റോ. ആ, നിങ്ങൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരുപാട് വായിക്കുന്നു, അതുകൊണ്ടാണ്. അനുഗ്രഹം നൽകി, അനുഗ്രഹിച്ച് നൽകി. അതെ. വേറെ ആരും എന്താ പറഞ്ഞത്? അതൊക്കെ പ്രസക്തമാണ്. ഈ അനുവദിച്ചു എന്നത് പെർമിറ്റ് ചെയ്തു എന്ന അർത്ഥത്തിൽ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പ്രദാനം ചെയ്തു എന്ന് പറയും, ദാനം ചെയ്തു, പ്രദാനം ചെയ്തു എന്നൊക്കെ പറയാം. അതായത് അവകാശമല്ല, മറിച്ച് എന്താണ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ദാനമായി കൊടുക്കുന്നത്. അതാണ് വഹബ. ഇസ്ഹാഖ. അപ്പോ വഹബിന ലഹു ഇസ്ഹാഖ. ഇസ്ഹാഖ് മഫ്ഊലുൻ ബിഹി, വഹബിന് മഫ്ഊലുൻ ബിഹി. അദ്ദേഹത്തിന് നാം ഇസ്ഹാഖിനെ പ്രദാനം ചെയ്തു അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്തു. യാക്കൂബിനെയും കൊടുത്തു. കുല്ലൻ ഹദൈന, എല്ലാവരെയും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരത്തെ പറഞ്ഞു, ഇവിടെ ഇസ്ഹാഖും യാക്കൂബും പറഞ്ഞു. എല്ലാവർക്കും നാം ഗൈഡ് ലൈൻസ് കൊടുത്തു. നമ്മൾ അവരെയൊക്കെ ഹിദായത്തിലാക്കിയെന്ന് പറഞ്ഞാൽ അവർ വൈകേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു പോകാം. അങ്ങനെയല്ല, മറിച്ച് അവർക്ക് നാം കൃത്യമായ ഗൈഡ് ലൈൻസ് കൊടുത്തു. അതായത് അള്ളാഹ് സൃഷ്ടിച്ച റബ്ബാണ്. അള്ളാന്റെ റുബൂബിയ്യത്ത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഒരു പരമേശ്വരനുണ്ട്, ഒരു യഹോവയുണ്ട്, ഒരു ദൈവമുണ്ട്. അള്ളാഹ് എന്ന് അറബികൾ പറഞ്ഞിരുന്നു. അള്ളാഹ് എന്ന് തന്നെയാണ് അറബികൾ പറഞ്ഞിരുന്നത്. ബൈബിളിന് അള്ളാഹ് എന്നാണ് ഉള്ളത്, യഹോവയ്ക്ക് അള്ളാഹ് എന്നാണ് അറബി ബൈബിളിലുള്ളത്. അപ്പൊ ഈ അള്ളയുടെ എന്താണ് അംഗീകരിക്കുന്നവര്? ഖാലിഖാണ് എന്ന കാര്യം അംഗീകരിക്കുന്നു, റാസിഖാണ് എന്ന കാര്യം അംഗീകരിക്കുന്നുണ്ട്, റുബൂബിയ്യത്ത് അംഗീകരിക്കുന്നുണ്ട്, മഴ വർഷിപ്പിക്കുന്ന അള്ളാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഇത് പ്രപഞ്ച ഘടന മുഴുവൻ അള്ളാന്റെ കാര്യമാണ് എന്ന് കയ്യിലാണ് എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ ഹിദായത്ത് ആര് കൊടുക്കണം? ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമായ ഗൈഡ് ലൈൻസ്, ജീവിതം എങ്ങനെ ജീവിച്ചുകൊണ്ട് പോകണം എന്ന ഗൈഡ് ലൈൻസ് ഹദൈന നാം അവർക്ക് നൽകി. വനൂഹൻ ഹദൈന, നൂഹിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഖുർആന്റെ ഘടന നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. ഒരു കാര്യം പറഞ്ഞു, ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ആ പ്രമാണങ്ങൾ നാം ഇബ്രാഹിമിനും ഇസ്ഹാഖിനും ഇബ്രാഹിം അലി ഇസ്ലാമിന് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഇബ്രാഹിം അലി ഇസ്ലാമിന് മക്കളെ കൊടുത്ത കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവർക്കെല്ലാം നാം ഹിദായത്ത് നൽകിയെന്ന്. പിന്നീട് ഹിദായത്ത് ആർക്കൊക്കെ നൽകിയെന്ന് പറഞ്ഞു. ആർക്കൊക്കെ നൽകിയെന്നാണ് പറയുന്നത്? ഹിദായത്ത് എന്ന് പറയുമ്പോൾ ഗൈഡ് ലൈൻസ് കേട്ടോ, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് ഇൻ ദ ഹിയറാഫ്റ്റർ, ഈ ലോകത്തും പരലോകത്തെയുമുള്ള കണ്ടിന്യൂസ് ലൈഫിന്റെ, കംപ്ലീറ്റ് ലൈഫിന്റെ എന്താ പറയുക, കോഡ് കൊടുക്കുകയാണ്, ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഏത് ആശയത്തിലോ ഏതോ തത്വത്തിലോ ഏതൊന്നിലോ ചെന്നെത്തിയാലും അവിടെ എല്ലാം എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ആ ലിമിറ്റിന്റെ പരിധി മാത്രമേ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുള്ളൂ. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുന്ന പോലെ, ആ പ്രോപ്പർട്ടി 5 സെന്റ് വാങ്ങിയാൽ 5 സെന്റാണ് ലിമിറ്റ്, 1 ഏക്കർ വാങ്ങി 1 ഏക്കറാണ് ലിമിറ്റ് എന്ന് പറഞ്ഞതുപോലെ അവർ കൊടുക്കുന്ന സംഗതിക്ക് സാമ്പത്തിക ശാസ്ത്രമാണ് അവർ കൊടുക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ മാത്രം ഒന്ന് ആ വിഷയത്തിൽ മാത്രം പരിമിതമാണ്, മറ്റൊന്ന് ആ വിഷയം ചില പ്രത്യേക സംഗതികളിൽ മാത്രം പരിമിതമാണ്. പിന്നെ എന്താ പറയാ, നമ്മൾ പറയുന്ന പല സംവിധാനങ്ങളുണ്ട്, അതെല്ലാം എന്താണ്? ഒരു പരിധി, ഒരു പ്രത്യേക സമൂഹത്തിൽ മാത്രം പരിമിതമാണ്. സോഷ്യലിസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തൊഴിലാളികളുടെ അവകാശം, മുതലാളികളുടെ അവകാശം ആര് കൊടുക്കും? അവർക്ക് അവകാശമുണ്ടേ. അപ്പോ ഒരു ഭാഗത്ത് മാത്രം ചാഞ്ഞു പോയിട്ടാണുള്ളത്. അതേസമയം ഇവിടെ എന്താണ്? ഗൈഡ് ലൈൻസ് പൂർണ്ണമായി ഈ ലോകത്തെയും പരലോകത്തെയും കൊടുക്കുന്നുണ്ട്. പരലോകത്ത് ആരും പറയുന്നില്ല അങ്ങനെ കൊടുക്കുന്നുള്ളത്. അതാണ് കുല്ലൻ ഹദൈന എന്ന് പറഞ്ഞിടത്ത് എന്താണ്? നിരുപാധികമാണ് പറയുന്നത്. ഹുദൻ എന്ന് പറയുന്നിടത്ത് നിരുപാധികമാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്, ഏതെങ്കിലും ഒരു പരിധി ചെയ്യുന്നില്ല.
കുല്ലൻ ഹദൈന, നാം എല്ലാവർക്കും നാം ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നൂഹൻ ഹദൈന, നൂഹനും പണ്ട് കൊടുത്തിട്ടുണ്ട്. മീൻ കബിലു എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻ കബിലു നേരത്തെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ആ ഘടന പോകുന്ന വാചക ശൈലി പോകുന്ന ക്രമം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ വരണം. നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഉലായിക്ക ലഹുമുൽ അന്ന് എന്ന് പറയാൻ കാരണം നേരത്തെ പേടിയുള്ള കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ അന്ന് പറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ആ പറഞ്ഞ പ്രമാണങ്ങളെ പറഞ്ഞു. ആർക്കൊക്കെ പ്രമാണം കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് മക്കളെ കൊടുത്ത കാര്യം പറഞ്ഞു. പിന്നെ ആ മക്കൾക്കും അദ്ദേഹത്തിന് ഇതേ അതായത് ഗൈഡൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ആ ഗൈഡൻസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ പറയാം. നൂഹൻ ഹദൈന മിൻ ഖബൽ, നേരത്തെ തന്നെ ദാവൂദ്, പിന്നീട് പറയാണ് നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടതാണ് ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, ഇവരെല്ലാം. ഹാറൂന് കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം സുഹൃതവാന്മാർക്ക് എന്ത് കൊടുക്കുന്നത്, പ്രതിഫലം നൽകുന്നത്. അപ്പൊ സുഹൃതവാന്മാർ എന്ത് ചെയ്യും? ഈ പ്രതിഫലം എന്താണ്? നജിസി എന്ത് പ്രതിഫലം കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അവർക്ക് നാം പ്രതിഫലം നൽകുന്നത് ഇപ്രകാരമാണെന്ന് പറഞ്ഞു. എന്താ പ്രതിഫലം? ഹുദൻ, കുല്ലൻ ഹദൈന എന്ന് പറഞ്ഞില്ലേ? ഹദൈന എന്ന് പറഞ്ഞു. കുല്ലൻ ഹദൈന, നൂഹൻ ഹദൈന, നൂഹനെയും ഹിദായത്ത് കൊടുത്തു. നമ്മൾ ദുരിയത്തിഹി ദാവൂദ് സുലൈമാന അയ്യൂബ, അദ്ദേഹത്തിന്റെ ദുരിയത്തിൽപ്പെട്ട ദാവൂദിനും സുലൈമാനും അയ്യൂബും യൂനുസും മൂസാം ഹാറൂൻ ഇവർക്കൊക്കെ നാം ഗൈഡ് ലൈൻസ് കൊടുത്തു. കദാലിക നജ്സിൽ മുഹ്സിനീൻ. അപ്പൊ ജസാ എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? ഗൈഡ് ലൈൻസിനെയാണ് ജസാ എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ അള്ളാഹ് തരുന്ന ഏറ്റവും വലിയ സംഗതിയാണ് എന്ത്? ഗൈഡ് ലൈൻസ്. വഴിയറിയാതെ നോക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം, കുടുംബത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആരെ കല്യാണം കഴിക്കണം, ആരോട് ഏത് രീതിയിൽ ഇടപെടണം, എങ്ങനെ മാതാപിതാക്കളുടെ ബാധ്യത എന്ത്, മക്കളുടെ ബാധ്യത എന്ത്, രക്ഷകർത്താക്കളുടെ ബാധ്യത എന്ത്, ഇതെല്ലാം സമൂഹത്തോടുള്ള ബാധ്യത എന്ത്, അയൽവാസികളുള്ള ബാധ്യത എന്ത്, ഇതെല്ലാം എന്ത് ചെയ്യണം, ഒരു രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കണം, അതിനപ്പുറമുള്ള അയൽരാഷ്ട്രങ്ങളോട് എങ്ങനെ ഇടപെടണം, എല്ലാം എവിടെയും പകച്ചു നിൽക്കേണ്ട സംഗതി വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ജസാ. നജ്സിൽ ആ ജസാ ആർക്ക് കൊടുക്കും? മുഹ്സിൻ ആയാൽ അവർക്ക് ജസാ കിട്ടും. മുഹ്സിൻ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അമ്മ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അവർക്ക് പോംവഴി, എങ്ങോട്ടാ പോകേണ്ടെന്നുള്ള വഴി കാണിച്ചു കൊടുക്കും. അള്ളാഹ് സൂക്ഷിച്ച് ജീവിച്ചാൽ. സക്കരിയ വയഹ്യ വഈസ വഇൽയാസ, ഇവർക്കും എന്ത് ചെയ്തു? ഹിദായത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കുല്ലൻ മിന സ്വാലിഹീൻ, അവരെല്ലാം എന്താണ്? നേരത്തെ പറഞ്ഞ മുഹ്സിനാണ്, ഇവരെല്ലാം എന്താണ്? സ്വാലിഹീൻ. അപ്പം കുല്ലും മിന സ്വാലിഹീൻ, അപ്പൊ ഒരാളെ മാത്രമല്ല, ഈ പറഞ്ഞ 2-3 പേരെ മാത്രമല്ല, അവരെല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു. ഇസ്മാഈല വൽയസ വയൂനുസ വലൂതൻ, ഇവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഹിദായത്ത് നൽകിയിട്ടുണ്ട്. കുല്ലൻ ഫദ്ദൽനാ അലൽ ആലമീൻ, ഇവരെല്ലാവരെയും. അപ്പൊ ഇവരെല്ലാം മുഹ്സിനുകളാണ്, സ്വാലിഹുകളാണ്. അതേപോലെ കുല്ലൻ, ഇവർക്കെല്ലാം ഫദ്ദൽനാ, ശ്രേഷ്ഠത നൽകി. അലൽ ആലമീൻ, മറ്റു ലോകരെക്കാൾ അവർക്ക് ശ്രേഷ്ഠത നൽകി. ഫദ്ദല അല, ആരെക്കാളും ശ്രേഷ്ഠത നൽകി. അലൽ ആലമീൻ, ലോകത്തുള്ള മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത നൽകി. ഈ ആലമീൻ എന്നിടത്ത് എവിടെയെങ്കിലും നിങ്ങൾ ആലമൂൻ എന്ന് കണ്ടിട്ടുണ്ടോ? ആലമൂൻ എന്ന് എല്ലാ സ്ഥലത്തും ആലമീൻ എന്ന് പറയുന്നു. ചിലപ്പോ 1-2 സ്ഥലത്ത് അപൂർവമായി ആലമൂൻ ഉണ്ടാകാം. ഈ ആലമീൻ എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ആലമീൻ മാറ്റം വരുന്നത്? ബഹുവചനം വരുമ്പോ ആലമൂൻ എന്ന് വന്നൂടെ? ഇവിടെ എന്തുകൊണ്ടാണ് ആലമീൻ എന്ന് വന്നത്? അല വന്നു. ഒന്നുകിൽ അവിടെ എന്തായിരിക്കും? നിറാഫത്തായിരിക്കും, അല്ലെങ്കിൽ ഹർഫ് ജർ ഉണ്ടാവും. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോ റബ്ബിന് ആലമീനിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ എന്താണ്? അത് മജ്റൂറായി.
അപ്പം ആലമീൻ വരുന്നിടത്ത് മിക്കവാറും നിലനിന്ന് റബ്ബുൽ ആലമീനാണ് വരിക. അപ്പൊ ഒന്നുകിൽ ഇലാഫത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഹർഫി ജർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെ മജ്റൂറായിട്ട് വരുന്നത് കൊണ്ടാണ് ആലമീൻ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. വമിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിലും, വദുർരിയാതിഹിം, സന്തതി പരമ്പരകളിലും, വയഹ്വാനിഹിം, അവരുടെ സഹോദരന്മാരിലും എന്തുണ്ട്? ഈ പറഞ്ഞ പോലെ മഹാന്മാര് ഉണ്ട്. അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അവർക്കും ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അവർക്കും ഹിദായത്ത് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. വജിത്തബൈനാഹും, ജിത്തബ എന്ന് പറഞ്ഞാൽ എന്താണ്? തെരഞ്ഞെടുക്കുക. ഇസ്തഫ. ഇസ്തഫ, ഇസ്തഫയുടെ ഇസ്മു മഫ്ഊൽ എന്താണ്? മുസ്തഫ, മൈ നെയിം. യുവർ നെയിം. അപ്പം ഇജ്തബയുടെ ഇസ്മു മഫ്ഊൽ എന്തായിരിക്കും? മുജ്തബ. മുജ്തബ. അപ്പൊ ഇജ്തബയും ഇസ്തഫയും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. പര്യായപദമായിട്ട് പറയാം. ഇജ്തബയുടെ പര്യായപദം ചോദിച്ചാൽ ഇസ്തഫ എഴുതാം. ഇസ്തഫയുടെ പര്യായം ചോദിച്ചാൽ ഇജ്തബ എഴുതാം. ഇജ്തബൈനാഹും, അവരെ നാം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകമായി തിരഞ്ഞെടുത്തു. എല്ലാവർക്കും ഈ സംഗതി നൽകൂല. ഏത്? ഇവിടെ ഹദൈന എന്ന് പറഞ്ഞ എന്താണ്? പിന്നെ അവർക്ക് മെയിൻ ഗൈഡ് ലൈൻസ് കൊടുത്തു. അവരാണ് പിന്നെ ജനങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ നബിമാർ എന്ത് ചെയ്തു? അവർക്ക് ആണ് പ്രാഥമികമായും ഗൈഡ് ലൈൻസ് ആദ്യം കൊടുക്കുന്നത്. അവരാണ് പിന്നീട് ജനങ്ങളെ നയിക്കുന്നത്. അതാണ് ഇവിടെയൊക്കെ പറഞ്ഞ ഹദൈന എന്ന് പറയുന്നത്. ഈ ആൾക്കാർ അവർ ദൈവിക വചനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ പ്രബോധനം ചെയ്യാനുള്ള അവകാശം എന്താണ്? ഉണ്ടൻ ഹദൈന. അവരെല്ലാം നാം ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസുമായിട്ടാണ് അവർ ജനങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. ആ കൂട്ടത്തിലാണ് പറയുന്നത് അവരെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇജ്തബൈന. ഇബ്രാഹിം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആലി ഇബ്രാഹിം നമ്മൾ പഠിച്ചതാണ്. അവിടെ ഇസ്തഫ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതായത് സവിശേഷമായി തിരഞ്ഞെടുക്കുകയാണ്. ജനങ്ങൾ ചിലരെ സവിശേഷമായി തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് വിദ്യാബോധനം ഡയറക്റ്റ് കൊടുക്കുകയാണ്. അവരെന്ത് ചെയ്യാണ്? ജനങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. തബൈനാഹും ഹദൈനാഹും, അവരെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുകയും ചെയ്യും. കൊടുത്തിട്ടുണ്ട്. ജിത്തബൈന എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെലക്ടഡ്. ഹദൈന ഓൾറെഡി given the guidelines. ഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, സ്ട്രൈറ്റ് ഫോർവേഡ് ആയ മാർഗത്തിലേക്ക്. സിറാത്തിന്റെ പര്യായപദമാണ് സബീലും തരീഖുമൊക്കെ സിറാത്തിന്റെ പര്യായപദമാണ്. ഈ സിറാത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സബീലാണ്. സബീല് കഴിഞ്ഞാൽ ഇതേ അർത്ഥത്തിൽ തന്നെ തരീഖും ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സിറാത്തിന്റെ അതിനേക്കാളും അല്പം ഗ്രേഡ് താഴ്ന്നിട്ടാണ് സബീലുള്ളത്. അതിനേക്കാളും ഗ്രേഡ് താഴ്ന്നിട്ടാണ് തരീഖും ഉള്ളത്. തരീഖ് നമ്മൾ സാധാരണ പറയുമ്പോൾ തരീഖ് എല്ലാ തരീഖും ഉണ്ട്, വഴി. അതേപോലെ സബീൽ, വഴി. യഥാർത്ഥത്തിൽ പറയുന്ന സിറാത്തുൽ മുസ്തഖീം പറയുന്നത് മുഖ്യമായി ഉപയോഗിക്കുന്നത് സിറാത്ത്. ഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം. ذلك هدى الله, അതാണ് അള്ളാന്റെ ഗൈഡൻസ്. യഹ്ദി ബിഹി മൻ യശാ, അത് മുഖേന അവൻ താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. മിൻ ഇബാദിഹി, തന്റെ ദാസന്മാർ. ഈ സിറാത്തുൽ മുസ്തഖീമിനെ നമുക്ക് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എന്തായിരിക്കും സിറാത്തുൽ മുസ്തഖീം? ഒരു സെന്റൻസ് പറയാം. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഒരു വാക്യത്തിൽ പറയാം.
നമ്മള് പ്രിലിമിനറി ഒന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തൗഹീദാണ്. 1ാം ക്ലാസ്സിൽ പഠിച്ചത്. ഒറ്റ വാക്യത്തിൽ പറയണം. സിറാത്തല്ലദീന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹെ മാത്രം ആരാധിക്കുക, അള്ളാഹെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഈ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത്, അള്ളാഹ്ക്ക് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന് ആയത്തിന് പൂർണ്ണമായിരുന്നല്ലോ അവിടെ. അവിടെ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നെന്ന് മാത്രമേ പറഞ്ഞു. ഇതിലേക്ക് ഞാൻ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ ഇഅ്ബുദൂനി. ഹാദാ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പൊ മറ്റുള്ളവരെ വിട്ട്, അല്ലാ തഅ്ബുദു ശൈത്താൻ എന്ന് പറഞ്ഞല്ലോ, മറ്റുള്ളവരെ വിട്ട് അള്ളയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് സിറാത്തുൽ മുസ്തഖീം. ഒറ്റവാക്കി പറഞ്ഞു. പിന്നെ വേറെ ഈ സുഹൃത്ത് തന്നെ ഇതിൽ തന്നെ വരുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീമിന്റെ വിശദീകരണം ഇനി വരുന്നുണ്ട്. ഇതാലിക ഹുദല്ലാഹ് യഹ്ദി ബിഹി മൻ യശാ. അതാണ് അള്ളാന്റെ ഗൈഡൻസ്. അള്ളാന്റെ ഗൈഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? അള്ളയെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അള്ളയെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ ഗൈഡൻസ് നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാ പറഞ്ഞതിന്റെ. ഇതാണ് അള്ളാന്റെ ഗൈഡൻസ്. ഈ ഗൈഡൻസ് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. യഹ്ദി ബിഹി മൻ യശാ. അത് മുഖേന താൻ ഉദ്ദേശിക്കുന്നവര് അവൻ ഹിദായത്തിലേക്കാക്കും. ഹിദായത്തിലേക്കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ശക്തിയെ പേടിച്ച് ജീവിക്കാനുള്ള താല്പര്യം ഉണ്ടാകണം. അങ്ങനെയുള്ള താല്പര്യം മനസ്സിലുള്ളവനാണെങ്കിൽ അവനെ അതിലേക്ക് എത്തിക്കും. സുഹൃതം ചെയ്യാൻ താല്പര്യമുള്ളവനായിരിക്കണം, വികൃതം ചെയ്യാനല്ല. സുഹൃതം ചെയ്യാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അവനെ അതിലേക്ക് എത്തിക്കും. അതേപോലെ ഇഹ്സാനിയ്യത്ത്, നന്മ ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നത് ദൈവം കാണുന്നു അല്ലെങ്കിൽ ഒരു ശക്തി കാണുന്നു, അവനെ കാണിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇഹ്സാനിയ്യത്ത് എന്ന് പറയുന്നത്. അതേപോലെ നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള നന്മയുടെ വക്താവാണെങ്കിൽ അത് ഇതിലേക്ക് എത്തിക്കും. നമ്മൾ ഉമർലാൻഹുവിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഉമർലാൻഹു എന്തായിരുന്നു പറഞ്ഞത്? ഈ മുഹമ്മദ് വന്നിട്ട് ഇവിടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു വീട്ടിൽ തന്നെ മുസ്ലിം ആയാലും അല്ലാത്തവരും, അപ്പോൾ 2 ആശയക്കാർ വരുന്നു, അവിടെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം ഉദ്ദേശം എന്തായിരുന്നു? നാട്ടിന്റെ, സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ നന്മയായിരുന്നു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ എത്തി. അതേസമയം അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഒന്നും അവിടെ എത്തിയില്ല. അപ്പൊ എപ്പോഴും അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമ വാസനയുള്ള ഒരു സമൂഹമുണ്ട്. അവർക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ്. അതേസമയം സുഹൃതം ചെയ്യണം, നാട്ടിലെ നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ടാൽ അവര് നല്ലതിൽ എത്തിച്ചേരും. അതാണ് യഹ്ദി ബിഹി മൻ യശാ മിൻ ഇബാദിഹി വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഹബിത പുതിയ വാക്കാണ് ഹബിത. അല്ല, പഠിച്ചിട്ടുണ്ട്. ഹബിത എന്താ അർത്ഥം? പാഴായി. ഹബിത ലാപ്സായി, വോയിഡായി, ഇൻവാലിഡായി. ഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. എന്തെല്ലാം അവർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്തായി? ലാപ്സായി. അപ്പൊ നമ്മളെ മഹാന്മാരുടെ പേരുകൾ നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല. ഓരോ മഹാന്മാരെ എടുത്ത് നോക്കിയാൽ അവര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ എന്താ പറയാ, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പ്രവർത്തിച്ചു. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇന്നാലിലാക്കുന്ന ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അവർ തൗഹീദ് അംഗീകരിച്ചില്ല എന്നുള്ളത്. അവര് അള്ളയിലേക്ക് എത്തിച്ചേർന്നില്ല. അള്ളയിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നെന്തായി? ഗുൽമായി. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. അപ്പൊ വിശ്വാസത്തിൽ ഗുൽമ് ഇടകലർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ശിർക്ക് കലർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തി കംപ്ലീറ്റ് എന്തായി? ലാപ്സായി. അതുകൊണ്ടാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഈമാൻ അതിന്റെ ബേസാണ്. ബേസിക്കലി വിശ്വാസം കറക്റ്റ് ആകണം. വഅമിലു, പിന്നീട് ആക്ടിവിറ്റി ഉണ്ടാകണം. അപ്പൊ വല്ലദീന കഫറു അഅമാലുഹും കശറാബിൻ ബിഖീഅത്തിൻ, അങ്ങനെ
ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ മരുഭൂമിയിലെ മരീചിക പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. യഹ്സബുഹുൽ ആനുമ എന്നത് വെള്ളമാണെന്ന് വിചാരിക്കും, ദാഹാർത്ഥം വിചാരിക്കുമ്പോൾ അത് വെള്ളമാണെന്ന്. അതിന്റെ അടുത്ത് ചെല്ലുമ്പോ അവിടെ ഒന്നും കാണില്ല. വജദല്ലാഹ ഇൻദഹു, അപ്പൊ പിന്നീട് പോയത് ഹിസാബിലേക്കാണ്. അവിടെ വജദല്ലാഹ ഇൻദഹു എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളത്തിനടുത്ത് മരീചികയിലെത്തി എന്നപ്പോൾ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് ഈ പണിയെല്ലാം കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണൂല. അതേപോലെ പറഞ്ഞു വല്ലതിനെ കബർ അമാലഹും എന്ന് പറഞ്ഞു. കൂമ്പാരം കൂട്ടിയിരിക്കുന്ന ചാരത്തെ പോലെയാണ്. അതെന്താണ്? ഷിയോമി ആസിഫ്, കൊടുങ്കാറ്റുള്ള ദിവസം ചാരം കൂട്ടിയിട്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ കാറ്റത്ത് അതെല്ലാം പറഞ്ഞു, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവിടെ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞതാണ്. വേറെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞു? വലോ അശ്റഖൂ, ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും എന്തായി ഇൻവാലിഡായി തീരും. എന്തെല്ലാം അവർ പ്രവർത്തിച്ചുള്ള അതെല്ലാം ഇൻവാലിഡായി. ഓക്കെ, ഇവിടെ എല്ലാം വളരെ ലളിതമായ ഗ്രാമറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പേജിൽ 2000 കൂടെ ഉണ്ടോ? 2000 കൂടി 90 വരെ ഉണ്ട്. 90 ആയില്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ അവിടെ ചെറിയ ഒരു പേജ് വന്നപ്പോ, എന്റെ ഡിസ്പ്ലേയിൽ ഒരു ചെറിയ പേജ് വന്നപ്പോ ഞാൻ വിചാരിച്ചു അവിടെ കഴിഞ്ഞു. 88 കഴിഞ്ഞിട്ട് 89. ആതൈനാഹുമുൽ കിതാബ, അവർക്കാണ് നാം. ഉലായിക്ക, അപ്പൊ ഉലായിക്ക ആദ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കാണ് നാം, അല്ലദീന ആതൈനാഹും, അവർക്കാണ് നാം നൽകിയത്. ആതൈനാഹും, അവർക്ക് നാം നൽകി. ഹും പേരിനോട് ചേർന്ന് വരുന്ന, അതായത് ആത്തൈനാക്കി 2 മഫ്ഊലും ബിഹി വേണം. പേരിനോട് ചേർന്ന് വരുന്നത് ഒന്നാമത്തെ മഫ്ഊലും ബിഹി ആയി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മഫ്ഊലും ബിഹി. ഒരു വാക്കിന് ശേഷമോ അല്ലെങ്കിൽ തൊട്ട് ഉടനെ ഉണ്ടാകാം. ആത്തൈനാഹും, അവർക്ക് നാം നൽകി. അപ്പൊ ഹും ഒന്നാമത്തെ മഫ്ഊലും ബിഹി, അൽ കിതാബ, ഗ്രന്ഥത്തെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അൽ കിതാബ് നൽകിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു? വൽ ഹുക്മ് നൽകിയിട്ടുണ്ട്. ഹുക്മ് എന്താണ്? ഹുക്മ തത്വജ്ഞാനാണോ? ഹുക്കുമിന്റെ മാവിയിലേക്ക് പടക്കി നോക്കിയേ. വിധി കൽപ്പിക്കൽ. അപ്പൊ നമ്മൾ മാഇദയിൽ പഠിച്ച വിധി കൽപ്പിക്കലിലേക്ക് നോക്കണം. അവിടെ എന്തൊക്കെ വിധിയാണ് കൽപ്പിക്കാൻ പറഞ്ഞത്? ഹക്കമ യഹ്കുമു, അൽ മാഇദയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒമല്ലം യഹ്കും ബിമാ അൻസല, എന്താ പറഞ്ഞു? തൗറാത്തും ഇൻജീലും ഒക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. ആദ്യം ആരെങ്കിലും അല്ലാഹ് ഇറക്കിയതിനനുസരിച്ച് വിധി കൽപ്പിച്ചില്ലെങ്കിൽ അവൻ കാഫിറാണെന്ന് പറഞ്ഞു. പിന്നെ അത് പറഞ്ഞു കതബനാ അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സി വല്ലൈന ബില്ലൈനി വല്ലംഫ ബില്ലംഫി വൽഉദ്ന ബിൽഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽജുറൂഹ ഖിസാസ് ومن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. പിന്നെ വഖഫിന അലാ ആസാരിഹിം ബഈസ ഇബ്നു മറിയം എന്ന് പറഞ്ഞു. വൽ യഹ്കും അഹ്ലുൽ ഇൻജീൽ, ഇൻജീലിന്റെ ആൾക്കാർ എന്ത് ചെയ്യണം? ഹുക്ം വിധിക്കണം. ബിമാ അൻസലല്ലാഹു, അല്ലാഹ് ഇറക്കിയതനുസരിച്ച്. എന്നിട്ട് പറഞ്ഞു വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ വിധിയനുസരിച്ച് വിധി കൽപ്പിക്കാത്തവൻ, അല്ലാഹ് ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവൻ ഫാസിഖാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹുക്കം അവർക്ക് എന്ത് ചെയ്തു? ഹുക്കുമിന്റെ ഇതും കൊടുത്തു, ജഡ്ജിമെന്റിന്റെ അവകാശം കൂടി അവർക്ക് കൊടുത്തു. അപ്പൊ എന്താണ്? അള്ളയും റസൂലിനും എന്തുണ്ട്? കൽപ്പനാധികാരമുണ്ട്. റസൂൽ ومن يطع الله والرسول فقد فاز فوزا عظيما. അള്ളയും റസൂലിനെയും അനുസരിക്കുക, അവന്റെ വിധി അനുസരിച്ച് വിധി കൽപ്പിക്കുക. ഉലൈക അല്ലദീന ഹദല്ലാഹു അല്ല ഉലൈക അല്ലദീന ആതൈനാഹുൽ കിതാബ വൽ ഹുക്മ, ജഡ്ജ്മെന്റും അവർക്ക് കൊടുത്തു. വൻ നുബുവ്വത, അവർക്ക് നുബുവ്വത്തും കൊടുത്തു. ജിത്തബ എന്നൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും പറഞ്ഞു നുബുവ്വത്തും കൊടുത്തു.
പ്രവാചകത്വം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, നബി എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്ന ആളല്ല. നുബുവത്ത് ഇൽഹാം കിട്ടുകയും അതനുസരിച്ച് പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ആളാണ് നബി എന്ന് പറയുന്നത്. റസൂൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടുതലാണ്. നബിയും റസൂലും ഒന്നായിട്ടും വരാം. അതേസമയം റസൂൽ എന്നത് പ്രത്യേക ശരീഅത്തിന്റെ ഉപജ്ഞാതാവായിട്ടും വരാം. അതായത് പ്രത്യേക ശരീഅത്തിന്റെ നേതൃത്വം കൊടുത്ത ആളായിട്ടും വരാം. അപ്പൊ ഇവിടെ അവർക്ക് നുബുവത്ത് കൊടുത്തു. എല്ലാ റസൂലും നബിയാണ്, എന്നാൽ എല്ലാ നബിയും റസൂലല്ല എന്നും പണ്ഡിത മതമാണ് കേട്ടോ. തിരിച്ചും മറിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണ് മുഖ്യമായ പരിഗണന വരുന്നത്. നബിമാരെല്ലാവരും പുതിയ ശരീഅത്തിന്റെ ആൾക്കാരല്ല. അതായത് തൗറ വരുമ്പോൾ തൗറാത്തിന്റെ ഒരു ശരീഅത്തുണ്ട്, നടപടിക്രമം. ദീൻ ഒന്നായിരിക്കും, ശരീഅത്ത് വ്യത്യസ്തമായിരിക്കും. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എല്ലാ നബിമാരുടെയും ദീന് ഇസ്ലാം തന്നെയാണ്. അതേസമയം അവർക്ക് നൽകപ്പെട്ട നടപടിക്രമത്തിൽ വ്യത്യാസം ഉണ്ടാകും. മാഇദയിൽ വന്നിട്ടുണ്ട്, നമ്മൾ അന്ന് അങ്ങനെ വിശദീകരിച്ചിട്ടില്ല എന്ന് മാത്രം. എന്തായിരുന്നാലും മൽ ഹുക്കും അവൻ നുബൂവത്ത്, അവർക്കൊക്കെയും നുബൂവത്ത് കൊടുത്തു. അപ്പൊ എല്ലാ റസൂലിനും എന്ത് ചെയ്തിട്ടുണ്ട്? നുബൂവത്ത് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം നബിയാണെന്ന് യാതൊരു തർക്കമില്ല. വൽ ഹുക്കും അവൻ നുബൂവത്ത്, അവർക്ക് നുബൂവത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ അവർക്ക് കൊടുക്കുന്ന വഹി അനുസരിച്ചും ഇൽഹാം അനുസരിച്ചും അവർക്ക് ജനങ്ങളെ പ്രബോധനം നടത്തണം. അതാണ് നബി. യക്ഫുർ ബിഹാ ഹഉലാഇ, യക്ഫുർ ബിഹാ ഹഉലാഇ. യക്ഫുർ ബിഹാ ബിഹാ, ഈ ജനങ്ങൾ അതിനെ എന്ത് ചെയ്താൽ, കളവാക്കിയാൽ, അതിനെ കളവാക്കിയാൽ, ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിബൂവത്തിനെയും ഹിദായത്തും അതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയത്തിൽ അവർ നിഷേധിച്ചാൽ, അതിനെ അവർ കളവാക്കിയാൽ, ഈ ജനങ്ങൾ യക്ഫുർ ബിഹാ ഹഉലാഇ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസു ബിഹാ ബികാഫിരീൻ. നമ്മള് സൂറത്ത് മാഇദയിൽ ഒരു വാക്ക് പഠിച്ചല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അതേപോലെ സംഗതിയാണ് ഇവിടെ പറയുന്നത്. ഈ സമൂഹം ഇതിൽ അവിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ഇതിനെ നന്ദികേട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഇതിനെ മറച്ചു വെച്ചാൽ, ഹഉലാഇ ഫഖദ് വക്കൽന, നാം ഇത് ചെയ്തിട്ടുണ്ട്, വക്കല, ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബിഹാ ഖൗമൻ, മറ്റൊരു സമൂഹത്തെ, ലൈസു ബിഹാ ബികാഫിരീൻ, അവർ അതിനെന്ത് ചെയ്യില്ല, മറച്ചു വയ്ക്കില്ല, അതിനെ നിഷേധിക്കില്ല. അതിനെ നിഷേധിക്കാത്ത ഒരു സമൂഹത്തിന് നാം എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റു സമൂഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമൂഹം വരും. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? വാതിന്റെ അവിടെ അടുക്ക് നിൽക്കുകയാണ്. മറ്റുള്ളവരെ കയറാനും അനുവദിക്കില്ല, നിങ്ങളൊട്ട് കയറുമില്ല. അപ്പൊ നിങ്ങൾ തള്ളി മാറ്റിയിട്ട് അടുത്ത സമൂഹം വരും. അതാ പറഞ്ഞത്, മാഇദയിൽ പറഞ്ഞത്, മിൻകും അൻ ദീനിഹി, തന്റെ ദീനിൽ നിന്ന് മാരെങ്കിലും പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, മറ്റൊരു സമൂഹത്തെ അള്ളാഹ് കൊണ്ടുവരും, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹ് അവരെയും അവർ അള്ളയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ, അവർ വിശ്വാസികളുടെ അടുക്കൽ വളരെ ഭവ്യതയും വിനയമുള്ളവരായിരിക്കും. സത്യനിഷേധികളുടെ അടുക്കൽ അവരെന്തായിരിക്കും? വളരെ ഇജ്ജത്തോടുകൂടിയും പ്രതാപത്തോടുകൂടിയും നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ സമൂഹത്തെ കൊണ്ടുവരും. ഇവിടെ ചുരുക്കി പറഞ്ഞതാണ്, യക്ഫുർ ബിഹാ ഹഉലാഇ, ഇവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിഷേധിക്കാത്ത വേറെ സമൂഹത്തെ നാം ഓൾറെഡി ഏൽപ്പിച്ചിട്ടുള്ളതാണ് പറയുന്നത്. ഉലൈക അല്ലദീന ഹദല്ലാഹ്, അവരെയാണ് അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നത്? നേർമാർഗത്തിൽ ആക്കിയിരിക്കുന്നത്.
ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹുദായിൽ എന്ത് ചെയ്യില്ല, മാർഗദർശനത്തിൽ ഇഖ്തദി. ഇഖ്തദി എന്ന് പറഞ്ഞു, പിൻപറ്റുക. അതിൽ പിൻപറ്റുക. ഇഖ്തദാ യഖ്തദി, ഹുദാഹു മുഖ്തദി. അപ്പൊ യഖ്തദി എന്ന് മാത്രമേ വാക്കുള്ളൂ കേട്ടോ. ഹാ എന്ത് ചെയ്തിട്ടില്ല, ഹാ അവിടെയൊന്നും ഉള്ളതല്ല. ഹാ എന്താണ് അപ്പം? ഹാ നമ്മള് അൽക്കാരിയത്ത് മൽക്കാരിയ എന്ന് പറയില്ലേ? വഖഫ് ചെയ്യാൻ. ആ, അവിടെ അൽക്കാരിയത്ത് മൽക്കാരിയ, അതിന്റെ അവസാനം എന്താ പറഞ്ഞത്? മാഹിയ എന്ന് പറഞ്ഞു. ശർറയ്യറ. അല്ലല്ല, അമയ. മാഹിയ എന്ന് പറഞ്ഞാൽ ഹായ ഉണ്ടല്ലോ, ആ. അതേപോലെ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഹായ. അത് ഹുദാഹു മുഖ്തദി. മാഹിയുന്നുണ്ട്. ആ, മാഹിയഹ് അതേപോലത്തെ ഒരു ഹായാണ്. അത് ഹുദാഹു മുഖ്തദി, അവരുടെ ഹുദായിൽ എന്ത് ചെയ്യുക, നീ ഫോളോ ചെയ്യുക. ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ അടുക്കൽ അതിന് കൂലി ചോദിക്കുന്നില്ല. ഞാനതിന് കൂലി ചോദിക്കുന്നില്ല. സൂറത്ത് യാസീനെ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ടാവും. സൂറത്ത് യാസീൻ എന്താ പറഞ്ഞത്? 2 ദൂതന്മാരെ അയച്ചു, വീണ്ടും ദൂതന്മാർ വന്നു. ഇൻ അന്തും ഇല്ലാ തക്ദിബൂൻ. അല്ലല്ല, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ. നിങ്ങളെ ദൂതന്മാരെ, എങ്ങനെയുള്ള ദൂതന്മാരെയാണ്, എങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? പ്രതിഫലം ചോദിക്കുക. ലാ യസ്അലുക്കും അജ്റൻ, ഫീസ് ചോദിക്കാത്ത ആൾക്കാരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. വെബിനാറും ഖുർആൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫീസ് ചോദിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. തബിയു മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. 2 കണ്ടീഷനാ പറഞ്ഞത്. എന്താണ്? പ്രതിഫലം ചോദിക്കരുത്, അതിനാണ് നിഷ്കാമ കർമ്മം എന്നൊക്കെ പറയുന്നത്. ആഗ്രഹിക്കാത്ത, മറ്റൊന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കാത്ത കർമ്മമാണ് ചെയ്യേണ്ടത്. അതേപോലെ അവരെന്തായിരിക്കണം? വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലുള്ളതായിരിക്കണം. ഇവിടെ എന്ത് പറഞ്ഞു? ഉലൈകല്ലദീന ഹദല്ലാ, അവരെയാണ് അല്ലാഹ് ഹിദായത്തിലാക്കിയത്. ഫബി ഹുദാഹും, അവരുടെ ഹുദായിൽ എന്ത് ചെയ്യുക, ഇഖ്തദി, ഫോളോ ചെയ്യുക. ഖുൽ, എന്നിട്ട് പറയണം ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ കൂലിയൊന്നും ചെയ്യും. അപ്പൊ അവർക്ക് ഇവിടെ പറഞ്ഞ 2 കണ്ടീഷൻ പറഞ്ഞു. അവർ ഹുദയിലുള്ളവരാണ്, ആ ഹുദ നീ ഫോളോ ചെയ്യുക. എന്നിട്ട് നബിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, ഞാൻ കൂലി ചോദിക്കുന്നില്ല. ഇതേ സംഗതിയാണ് മറ്റിടത്ത് പറഞ്ഞത്. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ, അവർ ഹിദായത്തിലുള്ളവരായിരിക്കണം, കൂലി ചോദിക്കാത്തവർ. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. വെബിനാറിന്റെ ഫീസൊക്കെ കൊടുക്കണം. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഇതെന്താണ്? ദിക്റായാണ്. ദിക്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്ബോധന. ദക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവാണ് ദിക്റ. ഓർമ്മിപ്പിക്കൽ. അതെ, ഓർമ്മിപ്പിക്കൽ, റിമൈൻഡർ. ദിക്റ. ദക്കറയുടെ ക്രിയാധാതുവായിട്ടാണ് ദിക്റ വന്നിരുന്നത്. ഉത്ബോധനവുമാണ് ദക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവായിട്ടും വരും. ദക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവായിട്ട് ദിക്റിന്റെ തുല്യമായ പദമായിട്ടും ദിക്റ വരും. അന്നാലഹുൽ ദിക്റ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓർമ്മിപ്പിക്കലല്ല. അന്നാലഹുൽ ദിക്റ എന്ന് പറഞ്ഞാൽ എപ്പോ യതദക്കറുൽ ഇൻസാൻ, യതദക്കറുൽ ഇൻസാൻ, അന്നേ ദിവസം മനുഷ്യൻ ആലോചിക്കും. അന്നാലഹു ദിക്റ, ആ ഓർമ്മിക്കലിന് എന്ത് പ്രയോജനം? അവിടെ എന്താണ്? ഓർമ്മിക്കലാണ്. അതേപോലെ ഫദക്കിർ, ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പിന്നെ ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. അപ്പൊ എന്താണ് അവിടെ? എന്താണ് ദിക്റ? ഓർമ്മിക്കലല്ല, ഓർമ്മിപ്പിക്കലാണ്, ഓർമ്മപ്പെടുത്തല. രണ്ടിന്റെയും ദക്കറയുടെയും അതേപോലെ ദക്കറയുടെയും ക്രിയാധാതുവായിട്ട് വരും. ദിക്റിന്റെ പകരമായിട്ടും വരും. അതേപോലെ തദ്കീറിന്റെ പകരമായിട്ടും ദിക്റ വരും. ദിക്റിന്റെ പകരമായിട്ടും വരും, തദ്കീറിന്റെ പകരമായിട്ടും വരും. ഇവിടെ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓർമ്മപ്പെടുത്തലാണ് ദിക്റ. ഇൻ ഹുവ ഇല്ലാ ദിക്റ ലിൽ ആലമീൻ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ വീണ്ടും ആലമീൻ വന്നു. ഇവിടെ എന്തുള്ള ആലമീൻ വന്നത്?
ഹർഫ് ജർ വന്നു. ജർ വരുന്ന ഹർഫ് ജർ ഹർഫ് ഹർഫ് ജർ ജർ. ലാമ്, ഹർഫ് അതെ ജർ ലാമ്. അതെ. തയ്യം. നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ ആദ്യം വായിച്ചപ്പോൾ ഇവിടെ ഒരു ചെറിയ പേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തീർന്നുണ്ടാവും. അപ്പൊ അതിന്റെ ബാക്കി ഇവിടെ ഉണ്ടായി. ലൈസു ബിഹ ബി കാഫിരിൻ 2 ബി വന്നത്. എത്ര ബി എവിടെയാ? ഒരു ബി എവിടെ ഉണ്ട്? ലൈസു ബി ഹ ബി കാഫിരിൻ. അതായത് ലൈസു ബിഹ ബി കാഫിരീൻ. ആദ്യം വന്നത് എന്താണ്? ആദ്യം പറഞ്ഞ ബി എന്ന് പറഞ്ഞത് കഫറ ബി. കഫറയുടെ കൂടെ എന്തുള്ള ബി ആണ് അത് മുമ്പ് വന്നത്. കഫറ ബി എന്ന് പറഞ്ഞാൽ ഏതിൽ അവിശ്വസിച്ചു, അല്ലെങ്കിൽ ഏതിനെ നിഷേധിച്ചു, ഏതിനെ മറച്ചു വെച്ചു? ബിഹ, നേരത്തെ പറഞ്ഞ പിന്നെ സംഗതികളെ. ആ അർത്ഥത്തിലാണ് ബിഹ വന്നത്. കഫറയുടെ ബി ആണ് അതിനോട്. രണ്ടാമത്തെ ബി കാഫിരിയിൽ ബി വന്ന ബി എന്താണ്? ലൈസയുടെ കൂടെ വരുന്ന ബി ആണ്. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. കഫറയുടെ ബി ആണ്. കഫറയുടെ ബി ആണ് കഫറ ബി. കഫറ ബി എന്തിൽ അവിശ്വസിച്ചു എന്നതിന്റെ ബി ആണ് ലൈസു ബിഹ വന്നിരിക്കുന്ന ബി. ലൈസയുടെ കൂടെയുള്ള ബി ആണ് കാഫറയുടെ മുമ്പേ വന്നിരിക്കുന്ന ബി. ലൈസയുടെ കൂടെ ഒരു ബി വരും. ലൈസ എന്ന് പറയുന്നത് പിന്നെ കാനയുടെ സഹോദരിയാണ് ലൈസ. അപ്പൊ ലൈസയുടെ പ്രയോഗത്തിൽ രണ്ടാം ഭാഗത്തിൽ ഒരു ബി വരും. ലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അതേപോലെ ബി ഉണ്ട്. ലൈസ വരുന്ന അടുത്തൊക്കെ നോക്കിയാൽ ലൈസയുടെ രണ്ടാം ഭാഗത്തിൽ ഇതുണ്ടാവും, ബി ഉണ്ടാവും. അതവിടെ 2 ബി വന്നപ്പോ സംശയിച്ചു. ആ, നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചു കേട്ടോ. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമേ ഈ സംഭവം പരമ്പരാഗതമായിട്ട് പഠിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോകും. പിന്നെ ഏതെങ്കിലും സംഭവം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടി വരുമ്പോഴേ മാത്രമേ അവിടെ ചിന്തിക്കുന്നു. കൊറേ ഉണ്ടാവും, വിട്ടത് കുറെ ഉണ്ടാവും. നോക്കും കുറച്ചുകൂടി. എന്നാലുണ്ടാവും വിട്ടത് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞതിലും വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ടാകാം. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരും പറയുമ്പോ പറയുന്നതിനൊരു ഫോക്കസ് ഉണ്ടാവും. ആ ഫോക്കസിലേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ നമ്മൾ വീണ്ടും വീണ്ടും ഖുർആൻ അറബി തന്നെ വായിക്കണമെന്ന് പറയുന്നത്. ഈ പരിഭാഷയിൽ നോക്കിയാൽ ഈ പരിഭാഷയിൽ ഈ ബിഹായും ബിക്കാഫിനും ഏത് ബിയാണെന്നൊന്നും സംഭവം ഒന്നും ഉണ്ടാവില്ല. അത് ഹർഫ് ചേർന്ന സംഭവം ഒന്നും ഉണ്ടാവില്ല. അറബി തന്നെ വായിച്ചെങ്കിൽ അതിന്റെ ഫോക്കസും അതിന്റെ ഊന്നലും കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സിക്ര എന്ന് പറയുന്നത് സ്ത്രീലിംഗ മന്നസാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദിക്റ എന്ന് പറയുമ്പോ ഈ ഫോർമാറ്റ് സ്ത്രീലിംഗത്തിന്റെ ഫോർമാറ്റാണ്. ഈ പറയുന്ന അവസാനം പറയുന്ന യാ വരുന്ന സംഭവം ദിക്റ എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിന്റെ ഫോർമാറ്റാണ്. അതല്ലാതെ അതിന് വേറെ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം. എന്താ അങ്ങനെ സ്ത്രീലിംഗത്തിന്റെ ഫോർമാറ്റ് വന്നത് അവിടെ? അല്ല, ദിക്റ എന്ന് അങ്ങനെ പറഞ്ഞതല്ല. അത് ഏത് പദം ഉപയോഗിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചു. അല്ലാഹു അഅലം എന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞില്ല. അല്ലാഹു അഅലം ബി മുറാദിഹി, അല്ലാഹുക്ക് അറിയാം. നമ്മൾ അത്രത്തോളം കടന്നു നീട്ടിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് ചിലപ്പോ കുറെ കൂടെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിങ്ങളെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനും ചിന്തിക്കില്ല, നിങ്ങളെ ചിന്തിക്കില്ല. നമ്മൾ ഈ ഗ്രാമർ പറയുകയാണെങ്കിൽ ഗ്രാമർ നോക്കണം പിന്നീട് ഞാൻ തന്നെ ഗ്രാമർ കൂടുതൽ പഠിക്കാൻ നിർബന്ധിതനാവുകയാണ്. കാരണം ഈ ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ് ഹൈറാണ്. പഠിക്കുന്ന സമയത്ത് ചിലപ്പോ പഠിപ്പിച്ചിട്ടുണ്ടാവും അവര്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും ഓർക്കുന്നില്ല. അത് പരീക്ഷയ്ക്ക് പോയി. പഠിപ്പിച്ചതുകൊണ്ടാണ് പിന്നെ ഈ സംശയങ്ങൾ ഇങ്ങനെ വരുന്നത്. അങ്ങനെ എനിക്ക് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സന്തോഷമുള്ളൂ. ചിലപ്പോ സമയം കിട്ടിയാൽ കൂടുതൽ നോക്കും. അപ്പൊ പഠിക്കാനുണ്ടാവും, സാഹചര്യം വരും, ചിന്തിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചിന്തിക്കും. വേറെയും ചിന്തിക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. ഖുർആൻ ക്ലാസ് ചേരുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വായിച്ചപ്പോ അല്ല, അങ്ങനെ നമ്മൾ ഓതിപ്പോവുകയാണ് ചെയ്യുന്നത്. ഓതിപ്പോവും. പിന്നെ ഇപ്പൊ മുസ്തഫ തങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തഫ്സീൽ അവിടെ എഴുതിയിട്ടുള്ളത് തബരി വായിച്ച് മനസ്സിലാവുന്നുണ്ടോ തങ്ങൾ? കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാവർക്കും ഒരു പാഠമാണ് കേട്ടോ. മുസ്തഫ തങ്ങൾ പാഠമാണ്, മാതൃകയാണ്.
എല്ലാവർക്കും തബരി വായിച്ചാൽ മനസ്സിലാവും. ആരെങ്കിലും തബരി ഇതിലൊക്കെ സീറോയിൽ വായിക്കാൻ തുടങ്ങിയോ? തബരി, ഖുർത്തുബി എല്ലാം സെയിം ലാംഗ്വേജാണ്, മീൻസ് അതെ കട്ടിയില്ലാത്ത ലാംഗ്വേജാണ്. അവരെല്ലാം അറബി പഠിച്ചിട്ട് കുർത്തുബിയാണ് കുറച്ചും കൂടി രസം വായിക്കാൻ. ആ സിമ്പിൾ ലാംഗ്വേജാണ്. ആ അതെ. അതായത് നമ്മൾ ഇന്ത്യക്കാർ അറബി എഴുതി എങ്ങനെ ഇരിക്കും അതേപോലെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അവർ അറബി പഠിച്ച ആൾക്കാരാണ്. ലാംഗ്വേജ് കടുപ്പൊന്നുമില്ല, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വായിച്ചു നോക്കാം. ഒരു ദിവസം നമ്മൾ വായിക്കുന്നതിന് കുറച്ചെങ്കിലും ഇപ്പം പഠിക്കാനുള്ള ആയത്തിൽ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും വായിച്ചാലും നമുക്ക് അത്രയുമായി. ഒരായത്തിന്റെ വിശദീകരണം നോക്കിയാലും മതി, 1-2 ആയത്തിന്റെ വിശദീകരണം നോക്കുക, അത്രയുമായി. നേരത്തെ പറഞ്ഞ പോലെ തഫ്സീറുകൾ നോക്കാം, എന്താ പ്രഭാഷണ ഖുർആൻ ക്ലാസ്സുകൾ, ഇതിന്റെ ക്ലാസ് എടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, വീഡിയോ ക്ലാസ്സുകൾ നോക്കാം. പിന്നെ ഇപ്പൊ ചാറ്റ് GPT വന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. ചാറ്റ് GPTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തും. നമ്മള് ബ്രൗസ് ചെയ്യുന്നതിന് പകരം ഇനി എന്ത് ചെയ്യണം, ചാറ്റ് GPT ഉപയോഗപ്പെടുത്തുക. ചാറ്റ് GPTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ ഇത് ചെയ്യാന്നുള്ളതാണ്. ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് നോക്കുകയാണ് നുബുവത്ത് എന്ന വാക്ക് എന്താ അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ നമുക്ക് നോക്കണം വിചാരിച്ചു. ഇപ്പൊ ലൈസു ബിഹാ കാഫിരീൻ, ഇപ്പൊ ലൈസു ബിഹാ കാഫിരീൻ എന്ന അല്ലെങ്കിൽ ലൈസ എന്ന വാക്ക് ഖുറാനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ മലയാളത്തിൽ നമുക്ക് ലൈസ എന്ന വാക്ക് അറബിയിൽ ടൈപ്പ് ചെയ്യാം, എന്ന വാക്ക് ഖുറാനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് മലയാളത്തിൽ ചോദിക്കാം. ലൈസയുടെ കൂടെ ബി വരുന്നത് എന്തുകൊണ്ട് ചോദിക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് ബ്രൗസ് ചെയ്തിട്ട് എവിടെയെല്ലാം ഡാറ്റ ഉണ്ടോ ആ ഡാറ്റ എല്ലാം പോയി എടുത്ത് നോക്കിയിട്ട് അതിന്റെ സംഗ്രഹമാണ് പ്രധാനപ്പെട്ടത്, ആ സംഗതിയാണ് നമുക്ക്. ഇനി അതിനെ ഒന്നുകൂടി വിശദീകരിക്കാമെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി വിശദീകരിച്ച് ഇത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. ഫബി ഹുദാഹു മുഖത്തദ്, ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് ഇത് വിശദീകരിക്കുക. അല്ലെങ്കിൽ അൻആം 90 സൂക്തം 90 പദാനുപദ വിശദീകരണം തരാമോ, പദാനുപദ അർത്ഥം തരാമോ ചോദിക്കുക. നമ്മൾ എന്ത് ചോദിക്കുന്നു അത് കൃത്യമായിട്ട് തരും. ഞാൻ ഉദ്ദേശിച്ചത് ഈ രീതിയിലല്ല, മുഖത്തദ് എന്നതിന്റെ അവസാനം ഒരു ഹായ് ഉണ്ട്, അതാണ് എനിക്ക് തരേണ്ടത്. അത് ചോദിച്ചു നോക്കുക. എന്താ പറയുന്നത് അറിയാമല്ലോ. ചാറ്റ് GPT ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. അപ്പൊ എല്ലാവരും ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യുക. അതിന്റെ അഡ്വാൻസ് വെർഷനൊക്കെ ഉണ്ട്. പെയ്ഡ് വെർഷൻ ആണെങ്കിൽ കുറെ കൂടെ സംഗതി ഉണ്ടാവും. നിങ്ങൾ പേയ്മെന്റ് ഇല്ലാത്തത് നിങ്ങളെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം. ഇന്ന് രാവിലെ ഞാൻ അൽഫാത്തിയെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തി. അപ്പൊ നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റും അതെല്ലാം. അന്യന്ത വരുമ്പോൾ ഞാമിനുമായി ബന്ധപ്പെട്ട് ഉള്ള വാക്കുകളാണ് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അന്യാമ എന്ന വാക്ക് മാത്രം മതി. എല്ലാ വാക്കും ഉപയോഗിച്ചിട്ട് അത് അന്യാമ എന്ന വാക്കിനാണ് എനിക്ക് ന്യൂനായതിന് നിയമം വേണ്ടായിരിക്കും. അന്നമ വാക്ക് ഉപയോഗിച്ചത്. ഇസ്തഖാമ ഉപയോഗിക്കാൻ കൗമ് അല്ല മീനിങ് എന്താ പറയാ കൗണ്ട് തരും. ഞാൻ പറഞ്ഞു കൗമിന്റെ കൗണ്ട് വേണം, ഇസ്തഖാമയുടെ കൗണ്ട് വരും. അപ്പൊ മൊത്തം കൗണ്ടിൽ ഇസ്തഖാമയുടെ ഇതാണ് വരും. അപ്പൊ ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ മൊത്തം നമുക്ക്, എന്നിട്ട് എക്സൽ അയച്ചു തരണോ PDF അയച്ചു തരണോ എന്നൊക്കെ ചോദിച്ചു. ഇതിന്റെ ടേബിൾ എക്സൽ തരണോ PDF വേണോ വേറെ എന്തെങ്കിലും വെർഷൻ വേണോ അങ്ങനെയൊക്കെ. ഓക്കെ, ഏതായാലും ഖുർആൻ അറബി ഭാഷയിൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുക, കൂടുതൽ ചിന്തിക്കുക, പഠിക്കുക, വായിക്കുക. തഫ്സീറുകൾ അറബി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ പോകരുത്. അറബി ബേസ് ചെയ്തിട്ട് തന്നെ വായിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ സംഗതികൾ കിട്ടും. മാത്രമല്ല മലയാളത്തിൽ എഴുതി വെച്ച് ഷേഖ് മുസ്തഫ തങ്ങൾ വായിച്ചു നോക്കിയപ്പോഴത്തേക്കും മലയാളത്തിൽ എഴുതിയതിനേക്കാളും എഴുതപ്പെട്ടതിനേക്കാളും എന്തെങ്കിലും പ്രത്യേകത അറിഞ്ഞോ എഴുതപ്പെട്ടി തോന്നിയോ? അതായത് നിങ്ങൾ അറബി തഫ്സീർ വായിച്ചപ്പോൾ മലയാളത്തിൽ എഴുതപ്പെട്ട തഫ്സീറിനേക്കാളും എന്തെങ്കിലും പ്രത്യേകത അറബി തഫ്സീർ നിങ്ങൾക്ക് തോന്നിയോ? പുതിയ 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 വേർഡുകൾ കിട്ടുന്നുണ്ട്.
വേർഡുകൾ കിട്ടും. മലയാളത്തിൽ പറയാത്ത ആശയങ്ങൾ അറബിയിലുണ്ടാകും. ആ ശരിയാണ്. അത് തോന്നിയോ? ആ ഇടക്ക് ഓർമ്മയില്ല എന്താന്നുള്ളത്, ആ പക്ഷെ ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ, അതായത് മലയാളത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പലതും നമുക്ക് അറബിയിൽ വായിക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം അറബിയിലുള്ള എല്ലാ സംഗതികളും മലയാളത്തിൽ എഴുതിയാലും ഒരുപാട് പേജ് എഴുതേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും, പിന്നെ അത് അത്രയും പൈസ കൊടുത്ത് വാങ്ങണമെന്നൊക്കെ ഉള്ള ഒരു സംഗതിയിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരും വ്യാഖ്യാനം നടത്തുന്നവരും എല്ലാം എഴുതില്ല. ആ രീതിയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനും നമ്മളെ അടുത്ത തലമുറയ്ക്ക് ഇതിലേക്ക് കൂടുതൽ അഭിനിവേശം നൽകുന്നതിനും നമുക്ക് ഉള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.